ഡൽഹി വായുമലിനീകരണം വിഷയങ്ങൾ പാർലമെന്റിൽ പുറത്തെ പ്രതിപക്ഷ പ്രതിഷേധം ഇന്നും തുടരാനാണ് അവരുടെ തീരുമാനം. ലോക്സഭയിലെ ഹെൽത്ത് സെക്യൂരിറ്റി ടു നാഷണൽ സെക്യൂരിറ്റി സെസ് ബില്ലിലെ ചർച്ചകൾ ഇന്നും തുടരും. രാജ്യസഭയിൽ മാധ്യമപ്രവർത്തകരുടെ സുരക്ഷ ഉറപ്പാക്കാനായി ദേശീയ സമിതി സ്ഥാപിക്കണമെന്ന് ശുപാർശ ചെയ്യുന്ന സ്വകാര്യ ബില്ല് ഇന്ന് അവതരിപ്പിക്കും. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നു. ബൽറാം, ഒരുപിടി വിഷയങ്ങൾ പ്രതിപക്ഷം ചർച്ചയാക്കുന്നു, ഒപ്പം തന്നെ സുപ്രധാനമായ ചില ബില്ലുകളുമുണ്ടല്ലോ. ഹഷ്മി, ക്രിസ്റ്റീന, പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം തുടരാൻ തന്നെയാണ് തീരുമാനം. ഈ സഭാ സമ്മേളനത്തിൽ പ്രധാനമായും SIR ഒരു പ്രധാന വിഷയമായി ഉയർത്തിക്കൊണ്ടുവന്നായിരുന്നു ആദ്യ 2 ദിനം സഭാ നടപടികൾ സ്തംഭിപ്പിച്ചത്. എങ്കിൽ പിന്നീട് SIRൽ ചർച്ചയ്ക്ക് കേന്ദ്രം തയ്യാറാവുകയും വരുന്ന ചൊവ്വാഴ്ച ആ ചർച്ച നടത്താൻ നിശ്ചയിക്കുകയും ചെയ്തിട്ടുണ്ട്. 10 മണിക്കൂർ ചർച്ചയാണ് SIR സംബന്ധിച്ച് ലോക്സഭയിൽ ഉണ്ടാകുക. രാജ്യസഭയിലും സമാനമായ സമയം തന്നെയായിരിക്കും ചർച്ച ഉണ്ടാകുക. ഈ ഒരു സാഹചര്യത്തിൽ എന്നാൽ മറ്റു വിഷയങ്ങൾ ഉയർത്തിയുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ കഴിഞ്ഞ 2 ദിവസമായി പാർലമെന്റിൽ പ്രതിപക്ഷം തുടരുന്നത്. അത് ലേബർ കോഡ്, ഒപ്പം തന്നെ ഡൽഹിയിലെ വായുമലിനീകരണം എന്നീ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രതിഷേധം നടന്നത്. ആ പ്രതിഷേധം സഭയ്ക്ക് പുറത്ത് സഭാ കവാടത്തിലുള്ള പ്രതിഷേധം തുടരും. പാർലമെന്റിൽ അതേസമയം സഭാ സമരം ഒഴിവാക്കണം എന്ന ആവശ്യം ഈ പ്രതിപക്ഷ നേതാക്കളിൽ നിന്ന് തന്നെ ഉയർന്നിട്ടുണ്ട്. ഇതുൾപ്പെടെ പരിഗണിച്ചുകൊണ്ടാണ് സഭാ നടപടികൾ തടസ്സപ്പെടുത്തേണ്ടതില്ല എന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം സാധാരണ നിലയിൽ തന്നെ സഭാ നടപടികൾ പുരോഗമിച്ചു. സമീപകാലത്ത് ഈ കഴിഞ്ഞ 3 സഭാ സമ്മേളനങ്ങളിൽ പൂർണ്ണ തോതിൽ തന്നെ പ്രവർത്തിക്കാൻ കഴിഞ്ഞ ഒരു ദിവസമായിരുന്നു ഇന്നലത്തേത് എന്നുള്ളതും ശ്രദ്ധേയമാണ്. രാജ്യസഭയിലും ലോക്സഭയിലും ബില്ലുകൾ അവതരിപ്പിക്കുകയും അതിൽ സജീവമായ ചർച്ചകൾ വൈകിട്ട് വരെ നടക്കുകയും ചെയ്തു. നാഷണൽ സെക്യൂരിറ്റി ഹെൽത്ത് സെക്യൂരിറ്റീസ് നാഷണൽ സെക്യൂരിറ്റി ബില്ല് കഴിഞ്ഞ ദിവസം ലോക്സഭയിൽ ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിക്കുകയും അതിൽ ചർച്ച നടക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രതിപക്ഷ അംഗങ്ങൾ ഇതിൽ എതിർപ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഫെഡറലിസ്റ്റെ തകർക്കുന്നതാണ് ഈ ബില്ല് എന്നുള്ളതാണ് കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികളുടെ നിലപാട്. ഇന്ന് ആ ബില്ലിൽ ചർച്ച പൂർത്തിയാക്കി ബില്ല് പാസാക്കും. ഒപ്പം തന്നെ രാജ്യസഭയിലും ഇന്ന് ചർച്ചകൾ നടക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം പ്രധാനമായും ഈ രാജ്യസഭയിലും സമാനമായി തന്നെ പൂർണ്ണ തോതിൽ തന്നെ പ്രവർത്തിച്ചിരുന്നു. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം സ്വകാര്യ ബില്ലുകളാണ് ഉണ്ടാകുക. അതിൽ സുപ്രധാനമായ ഒരു സ്വകാര്യ ബില്ല് ഇന്ന് രാജ്യസഭയിൽ വരുന്നുണ്ട്. അത് രാജ്യത്തെ മാധ്യമപ്രവർത്തകരുടെ സുരക്ഷ ഉറപ്പാക്കണം എന്ന് ആവശ്യപ്പെട്ടുള്ള ബില്ലാണ്. ഉച്ചയ്ക്ക് ശേഷമാണ് ഈ സ്വകാര്യ ബില്ലുകൾ പരിഗണിക്കുന്നത്. ബൽറാം നെടുങ്ങാടിയാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.